ഹായ് ഹലോ നമ്മളിപ്പോൾ പ്രൈം ഡയറക്ഷൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്കാണ് വന്നിട്ടുള്ളത്. നമ്മളിതിന് മുമ്പായിട്ട് INC ഗാന്ധിജിയൊക്കെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഭഗത് സിംഗ് ആണ്. വരുന്ന LP UP അതുപോലെ തന്നെ LDC CPO എക്സാമിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹിസ്റ്ററിയിൽ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഭഗത് സിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ ഭഗത് സിംഗിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഭഗത് സിംഗ് നമുക്കറിയാം. ഭഗത് സിംഗ് പഞ്ചാബിലാണ്, നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഫസ്റ്റ് നോക്കുകയാണ്. 1907 സെപ്റ്റംബർ 28 നിലവിലെ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ബംഗയിൽ ആണ് ഭഗത് സിംഗിൻ്റെ ജനനം. അപ്പോൾ നമ്മൾ നിലവിൽ ഇന്ത്യയിലല്ല ആ സ്ഥലം ഉള്ളത്, അത് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലാണ് നിലവിൽ ആ സ്ഥലം നിൽക്കുന്നത്. അതായത് നമ്മുടെ ഭഗത് സിംഗിൻ്റെ ജനന സ്ഥലം. അത് 1907 സെപ്റ്റംബർ 28 ഭഗത് സിംഗ് ജനിക്കുന്നത്. ശ്രദ്ധിക്കണം, 1907 സെപ്റ്റംബർ 28 സ്ഥലം ബംഗ, പഞ്ചാബ് പ്രവിശ്യയിലെ ബംഗയിലാണ് ഭഗത് സിംഗിൻ്റെ ജനനം. അമ്മയുടെ പേര് വിദ്യാവതി. ഭഗത് സിംഗിൻ്റെ അമ്മയുടെ പേര് വിദ്യാവതി. അച്ഛൻ കിഷൻ സിംഗ്. ഭഗത് സിംഗിൻ്റെ പിതാവ് കിഷൻ സിംഗ് ഗദ്ദർ പാർട്ടിയിൽ അംഗമായിരുന്നു. ശ്രദ്ധിക്കണം, ഗദ്ദർ പാർട്ടിയിലെ അംഗമായിരുന്നു ഭഗത് സിംഗിൻ്റെ പിതാവ്. ആ ഒരു എന്താ പറയുക, ആ ഒരു ഗദ്ദർ പാർട്ടി ഒരു റവല്യൂഷണറി പാർട്ടിയായിരുന്നു. അപ്പോൾ ആ തരത്തിലുള്ള ഭഗത് സിംഗിൻ്റെ ചുറ്റുപാടും ഇത്തരത്തിലുള്ള തീവ്രമായിട്ടുള്ള രാജ്യസ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഭഗത് സിംഗും ഇത്തരത്തിലുള്ള ഒരു തീവ്രമായിട്ടുള്ള വളരെ വിപ്ലവകാരിയായിട്ട് മാറാൻ കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. 1924 ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷനിൽ ഭഗത് സിംഗ് അംഗമാവുകയാണ്. 1924 ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷനിൽ അംഗമാവുകയാണ് ഭഗത് സിംഗ് ചെയ്യുന്നത്. ഇനി 1926 ഭാരത് നൗജവാൻ സഭ രൂപീകരിക്കുകയാണ്. ഭഗത് സിംഗ് രൂപീകരിക്കുന്ന ഒരു സംഘടനയാണ് 1926 ഭാരത് നൗജവാൻ സഭ. ഭാരത് നൗജവാൻ സഭ ആരംഭിക്കാൻ ഭഗത് സിംഗിനെ സ്വാധീനിച്ച സംഘടന ഗ്യുസപ്പെ മസീനിയുടെ യങ് ഇറ്റാലിയൻ മൂവ്മെൻ്റ് ആണ്. യങ് ഇറ്റാലിയൻ മൂവ്മെൻറ്റ് ആരതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗ്യുസപ്പെ മസീനിയുടെ ആണ്. അദ്ദേഹത്തിൻ്റെ ആ യങ് ഇറ്റാലിയൻ മൂവ്മെൻ്റ് ആണ് ഭാരത് നൗജവാൻ സഭ 1926 നമ്മുടെ ഭഗത് സിംഗ് ആരംഭിക്കാനിടയായത്. 28 ചന്ദ്രശേഖർ ആസാദ്, സുഖ്ദേവ്, രാജ്ഗുരു തുടങ്ങിയ വിപ്ലവകാരികളുമായി ചേർന്ന് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന സംഘടനയ്ക്ക് രൂപം കൊടുക്കുകയാണ്. 1928 ചന്ദ്രശേഖർ ആസാദ്, സുഖ്ദേവ്, രാജ്ഗുരു തുടങ്ങിയ വിപ്ലവകാരികളുമായി ചേർന്ന് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന സംഘടനയ്ക്ക് രൂപം കൊടുത്തു. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന സംഘടന ഏത് വർഷമാണ് രൂപീകരിച്ചത് ചോദിച്ചു കഴിഞ്ഞാൽ 1928. 1928 ലാലാ ലജ്പത് റായിയുടെ മരണത്തിൽ കലാശിച്ചത് സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഈ സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്നപ്പോൾ സമയത്ത് ലാലാ ലജ്പത് റായിയുടെ നേതൃത്വത്തിൽ സമരം ചെയ്യുകയാണ്. ആ സമരത്തിനെ, വളരെ ജനാധിപത്യപരമായിട്ടുള്ള സമരത്തിനെ അടിച്ചമർത്താൻ ശ്രമിച്ചു ബ്രിട്ടീഷുകാർ. അതിന് നേതൃത്വം കൊടുത്തത് സാൻഡേഴ്സൺ എന്ന പോലീസുകാരനാണ്. അപ്പോൾ അന്ന് അടി കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് ലാലാ ലജ്പത് റായ് പിന്നീട് മരണപ്പെടുകയാണ്. അപ്പോൾ അതിന് പ്രതികാരം എന്ന രീതിയിൽ സാൻഡേഴ്സനെ നമ്മുടെ ഭഗത് സിംഗ് വധിക്കുകയാണ് ചെയ്യുന്നത് 1928. 1929 ഏപ്രിൽ 8 കേന്ദ്ര നിയമനിർമ്മാണ സഭയിലേക്ക് ഭഗത് സിംഗും ബതുകേശ്വർ ദത്തും ചേർന്ന് ബോംബ് എറിഞ്ഞു. അതാണ് ലാഹോർ ഗൂഢാലോചന എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. വളരെ കുപ്രസിദ്ധം ആർജിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ലാഹോർ ഗൂഢാലോചന എന്ന പേരിൽ ഭഗത് സിംഗിനെ ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ്. 1929 ഏപ്രിൽ 8 കേന്ദ്ര നിയമനിർമ്മാണ സഭയിലേക്ക് ഭഗത് സിംഗും ബതുകേശ്വർ ദത്തും ചേർന്ന് ബോംബ് എറിയാണ്. ആരെയും അപായപ്പെടുത്താൻ വേണ്ടി ചെയ്തതല്ല, ഇത് അവർ ചെവി കേൾക്കാൻ വേണ്ടിയിട്ട്, ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാതെ ഇരുന്നപ്പോൾ, ചെവി അടഞ്ഞു പോയപ്പോൾ അവരുടെ ചെവി തുറപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ ബോംബ് എറിഞ്ഞു എന്നാണ് ഭഗത് സിംഗ് പിന്നീട് ഈ വിഷയത്തെപ്പറ്റി പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, ഭഗത് സിംഗിൻ്റെ മെയിനായിട്ട് ഭഗത് സിംഗ് ഉയർത്തിയിട്ടുള്ള ഒരു മുദ്രാവാക്യമാണ് ഇൻഗുലാബ് സിന്ദാബാദ് എന്നുള്ളത്. അത് മുഹമ്മദ് ഇക്ബാൽ എന്ന ഉറുദു കവിയുടെ ഒരു മുദ്രാവാക്യമാണ്. അതിന് വളരെയധികം പ്രചാരം കൊടുത്തിട്ടുള്ളത് ഭഗത് സിംഗ് ആണ്, ഇൻഗുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തിന്. ഇനി ഓപ്പറേഷൻ ട്രോജൻ ഫോഴ്സ്. ഈ ഓപ്പറേഷൻ ട്രോജൻ ഫോഴ്സ് എന്ന സൈനിക നടപടിയിലൂടെയാണ് ഭഗത് സിംഗിനെയും സഹപോരാളികളെയും ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തതല്ല, കൊല്ലുന്നത്, അതായത് തൂക്കിലേറ്റുന്നത്. ഈ ഒരു ഓപ്പറേഷൻ ട്രോജൻ ഫോഴ്സ് എന്നുള്ളതാണ്, ട്രോജൻ ഹോഴ്സ്. രണ്ടാം ലാഹോർ ഗൂഢാലോചന കേസായിരുന്നു ഭഗത് സിംഗിനെ തൂക്കിലേറ്റാൻ പ്രധാനമായും കാരണമായത്. അതായത് നമ്മുടെ ഈ വിഷയം, ഭഗത് സിംഗിനെയും കൂട്ടരെയും തൂക്കിലേറ്റരുത് എന്ന് ഗാന്ധിജിയുടെ അഭ്യർത്ഥന ഇർവിൻ പ്രഭു നിരസിച്ചു. അന്നത്തെ വൈസ്രോയി ആയിരുന്ന ഇർവിൻ പ്രഭു ഗാന്ധിജിയുടെ ഈ ഒരു അഭ്യർത്ഥന നിരസിക്കുകയാണ് ചെയ്തത്.
1931 മാർച്ച് 24 രാവിലെ ആണ് ഭഗത് സിംഗിനെയും കൂട്ടാളികളെയും തൂക്കിലേറ്റാൻ ആദ്യം വിധി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ 11 മണിക്കൂർ മുമ്പേ മാർച്ച് 23 രാത്രി 7:30 ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരെ ലാഹോർ ജയിലിൽ തൂക്കിലേറ്റി. കാരണം പിറ്റേന്ന് രാവിലെ ആകുമ്പോഴേക്ക് ആളുകൾ അക്രമാസക്തമായിട്ട് ഈ ഒരു ജയിൽ ആക്രമിച്ചു കളയോ എന്ന് പേടിച്ചതുകൊണ്ടാണ് ഇവർ തലേന്ന് രാത്രി 23 രാത്രി 7:30 ഈ 3 ധീര വിപ്ലവകാരികളെ, രാജ്യസ്നേഹികളെ തൂക്കിലേറ്റുകയാണ് ചെയ്യുന്നത്. എനിക്ക് പൊട്ടിത്തെറിക്കണമെന്ന് തോന്നിയിരുന്നു, എങ്കിലും ഞാൻ മൗനം ഭജിച്ചു. ഇപ്പോഴെല്ലാം കഴിഞ്ഞിരിക്കുന്നു എന്ന് ഭഗത് സിംഗിൻ്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞത് നെഹ്റുവാണ്. നെഹ്റുവിൻ്റെ വാക്കുകളാണിത്. എനിക്ക് പൊട്ടിത്തെറിക്കണമെന്ന് തോന്നിയിരുന്നു, എങ്കിലും ഞാൻ മൗനം ഭജിച്ചു. ഇപ്പോഴെല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഇത് ആരുടെ വാക്കുകളാണെന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകളാണ്. ഇനി നോക്കാം, ഭഗത് സിംഗ് ആരംഭിച്ചിട്ടുള്ള അദ്ദേഹത്തെ എഴുതിയിട്ടുള്ള കൃതികളും കാര്യങ്ങളുമാണ്. ഭഗത് സിംഗ് ആരംഭിച്ച പത്രമാണ് ദ ഹിന്ദുസ്ഥാൻ. ഭഗത് സിംഗ് ആരംഭിച്ചിട്ടുള്ള പത്രത്തിൻ്റെ പേരാണ് ദ ഹിന്ദുസ്ഥാൻ. ഭഗത് സിംഗ് ആരംഭിച്ച മാസികയാണ് കോമ്രേഡ്. ഭഗത് സിംഗ് ആരംഭിച്ച മാസികയാണ് കോമ്രേഡ്. സഖാവ്, കൂട്ടുകാരൻ, സുഹൃത്ത് എന്ന് അർത്ഥം വരുന്ന കോമ്രേഡ് എന്ന പദമാണ് മാസികയ്ക്ക് അദ്ദേഹം കൊടുത്തിട്ടുള്ള പേര്. വൈ ആം ആൻ എത്തീസ്റ്റ് ഭഗത് സിംഗിൻ്റെ രചനയാണ്. അത് അദ്ദേഹത്തിൻ്റെ കുറേ തീസിസും കാര്യങ്ങളുമാണ്, ആർട്ടിക്കിൾസൊക്കെ വരുന്നൊരു വർക്കാണ് വൈ ഐ ആം ആൻ എത്തീസ്റ്റ്. ഇനി അദ്ദേഹം എഴുതിയത് അദ്ദേഹത്തിൻ്റെ തൂലികാ നാമങ്ങളാണ്. ഈ പേരുകളിലാണ് അദ്ദേഹത്തിൻ്റെ കൃതികളൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. തൂലികാ നാമങ്ങൾ: ബൽവന്ത്, രഞ്ജിത്ത്, വിദ്രോഹി. വിദ്രോഹി എന്ന് പറഞ്ഞാൽ വിമതൻ എന്ന രീതിയിലാണ്. ബൽവന്ത്, രഞ്ജിത്ത്, വിദ്രോഹി, ഇത് മൂന്നുമായിരുന്നു ഭഗത് സിംഗിൻ്റെ തൂലികാ നാമങ്ങൾ. ബൽവന്ത്, രഞ്ജിത്ത്, വിദ്രോഹി. ദക്ഷിണേന്ത്യയിലെ ഭഗത് സിംഗ് എന്നറിയുന്നത് വാഞ്ചിനാഥ് അയ്യറാണ്. ദക്ഷിണേന്ത്യയിലെ ഭഗത് സിംഗ് എന്നറിയുന്നത് വാഞ്ചിനാഥ് അയ്യറാണ്. ഭഗത് സിംഗിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം ഹുസൈനിവാല, സത്ലജ് നദീതീരത്താണ് ഭഗത് സിംഗിൻ്റെ അന്ത്യവിശ്രമം. സത്ലജ് നദീതീരത്താണ് ഭഗത് സിംഗിൻ്റെ അന്ത്യവിശ്രമം കൊള്ളുന്നത്, ഹുസൈനിവാല എന്ന് പറയുന്ന സ്ഥലത്ത്. ഇനി ഭഗത് സിംഗിൻ്റെ സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത് ലാഹോറിലാണ്. ഭഗത് സിംഗിൻ്റെ സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത് ലാഹോറിലാണ്, ഇന്ത്യയിലല്ല, ലാഹോറിൽ കേട്ടോ. ഭഗത് സിംഗ് ചൗക്ക് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലാഹോറിലാണ്, ശ്രദ്ധിക്കണം. മരണത്തിന് തൊട്ട് മുൻപ് ഭഗത് സിംഗ് വായിച്ചിരുന്ന പുസ്തകം ലെനിൻ്റെ ജീവചരിത്രം. സോവിയറ്റ് യൂണിയൻ്റെ നേതാവായിരുന്ന ലെനിൻ്റെ ജീവചരിത്രമായിരുന്നു ഭഗത് സിംഗ് മരണത്തിന് തൊട്ട് മുമ്പ് വായിച്ചിരുന്നത്. 18 അടി ഉയരമുള്ള ഭഗത് സിംഗിൻ്റെ വെങ്കല പ്രതിമ 2008 ഓഗസ്റ്റ് 15 ഇന്ത്യൻ പാർലമെൻറ്റിൽ സ്ഥാപിക്കുകയാണ്. 18 അടി ഉയരമുള്ള ഭഗത് സിംഗിൻ്റെ വെങ്കല പ്രതിമ സ്ഥാപിച്ചിട്ടുള്ള ഇന്ത്യൻ പാർലമെൻറ്റ് അകത്താണ്. അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന പ്രതിഭാ സിംഗ് ദേവി പട്ടേലാണ് അത് സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിലവിൽ PSCക്ക് ഭഗത് സിംഗ് എന്ന ടോപ്പിക്കിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഏകദേശം എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ എക്സാം പ്രിപ്പറേഷൻ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. എക്സാം ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ജൂലൈ 6 LP UP വരുന്നത്. അതുപോലെ തന്നെ LDCയുടെ ഡേറ്റും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ആദ്യം എക്സാം നടക്കുന്നത് തിരുവനന്തപുരത്താണ്. അപ്പം എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലാസ് ഇന്ന് അവസാനിക്കുകയാണ്. താങ്ക്